വളരെ പ്രകടമായി കേരളീയ മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ അറിയപ്പെട്ടൊരു കാര്യമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അടിസ്ഥാനപരമായി രണ്ടെണ്ണമാണെന്ന കാര്യം. ഒന്ന് വിശുദ്ധ ഖുർആൻ, രണ്ട് തിരുസുന്നത്ത്. വിശുദ്ധ ഖുർആൻ ഏതെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമേ നമുക്കില്ല, അത്രമാത്രം അറിയപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ദീനിൻ്റെ ഒന്നാമത്തെ പ്രമാണം. രണ്ടാമത്തെ പ്രമാണം തിരുസുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചക ചര്യ അല്ലെങ്കിൽ പ്രവാചക വചനങ്ങൾ അല്ലെങ്കിൽ ഹദീസ് എന്നൊക്കെ അതിനർത്ഥം പറയാം. കൃത്യമായി പറഞ്ഞാൽ അഖ്വാലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഫ്ആലുഹു വതഖ്രീറാത്തുഹു, അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ മുഴുവൻ വാക്കുകളും മുഴുവൻ പ്രവൃത്തികളും ചെയ്യണമെന്നില്ല, പറയണമെന്നില്ല, നബിതങ്ങൾ മൗനാനുവാദം കൊടുത്ത വിശാലമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രവാചക ജീവിത മാതൃക, ഇതാണ് സുന്നത്ത്. ഇത് ഖുർആൻ പോലെ ഒരൊറ്റ ഗ്രന്ഥത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സ്വഹീഹുൽ ബുഖാരി, മുസ്ലിം, തിർമുദി, അബൂദാവൂദ്, ഇബ്നു മാജ, നസായി, മുവത്ത, ബൈഹഖി, ഇബ്നു ഹിബ്ബാൻ തുടങ്ങിയ ഒരുപാട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ദീനിൻ്റെ പ്രമാണങ്ങൾ എന്ന കാര്യം അനിഷേധ്യമായ നിലയിൽ മുസ്ലിം ജനസമൂഹത്തിനിടയിൽ പരക്കെ അറിയപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ഈ ഖുർആൻ നേരായ മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന അടിസ്ഥാന രേഖയാണ്. അതേ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഈ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കേണ്ടത്, അത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം, വിശദീകരണം നമുക്ക് അംഗീകരിക്കാൻ ബാധ്യതയുള്ള ഒരേ ഒരു വിശദീകരണം മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണമാണ്. അതങ്ങനെ തന്നെ പ്രവാചകർ ഒരിക്കൽ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു അല്ലെങ്കിൽ അവശേഷിപ്പിച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിതെറ്റുന്ന പ്രശ്നമേ ഇല്ല. ഒന്ന് കിതാബുല്ലാ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ, വസുന്നത്തു റസൂലിഹി, ഒന്ന് തൻ്റെ പ്രവാചകരുടെ പ്രവാചക ചര്യ മാതൃക, സുന്നത്ത്, ഹദീസ്, ഇത് തന്നെ എന്ന് അടിവരയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വലിയൊരു സത്യമാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ഇക്കാര്യം ഒരു പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ പരസ്യമായി പറയുന്നതും പ്രചരിപ്പിക്കുന്നതും സുന്നത്ത് ജമാഅത്തിൻ്റെ മറുപുറത്തുള്ള കക്ഷികളാണ്. ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചാൽ അവരുടെ പ്രഭാഷകൻ ആദ്യമായി ഓതി കേൾപ്പിക്കുക ഈ ഹദീസാണ്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ദീനിൻ്റെ പ്രമാണങ്ങൾ, അത് രണ്ടും മുറുകെ പിടിക്കണമെന്ന ഹദീസ്. മുജാഹിദിലെ രണ്ടാമത്തെ ഗ്രൂപ്പും ഇതിന് ഭിന്നമല്ല. ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ, തബ്ലീഗ് ജമാഅത്താകട്ടെ, NDF ആകട്ടെ, ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളായി കടന്നു വന്ന ഏതൊക്കെ കക്ഷികളാകട്ടെ, ഇവർ മുഴുവനും ശക്തമായി പ്രചരിപ്പിക്കുന്നത് ഒരു പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ ദീനിൻ്റെ പ്രമാണങ്ങൾ രണ്ടാണ്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അത് രണ്ടും മുറുകെ പിടിക്കണമെന്ന കാര്യം. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ദീനിൻ്റെ പ്രമാണങ്ങളെന്ന് സ്ഥിരീകരിക്കപ്പെട്ട മുസ്ലിങ്ങൾക്കിടയിൽ സുസമ്മതമായ സത്യമാണെങ്കിൽ പിന്നെ മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗീയതയ്ക്ക് എന്ത് സ്ഥാനമാണുള്ളത്? വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവലോകനം ചെയ്താൽ നമ്മൾ എന്ത് വിശ്വസിക്കണം, എന്ത് പ്രചരിപ്പിക്കണം, എന്ത് അനുഷ്ഠിക്കണം, എന്ത് ആചാരങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്ന കാര്യത്തിന് അടിസ്ഥാന രേഖയായി കണക്കാക്കുന്നത് ഈ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണെങ്കിൽ ഇക്കാര്യത്തിൽ തർക്കമില്ലെങ്കിൽ പിന്നെ സുന്നയും മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഖാദിയാനിയും ചേകനൂരും ഇങ്ങനെ വ്യത്യസ്ത കക്ഷികൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. പക്ഷെ അതെന്തുകൊണ്ട് സംഭവിച്ചു? അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ നിജസ്ഥിതി വളരെ വേഗം നമുക്ക് വ്യക്തമാകും, പ്രകടമാകും. നിങ്ങൾ ഓർത്തു നോക്കൂ, സത്യത്തിൽ തർക്കം നിലനിൽക്കാൻ പാടില്ലെന്നതിന് ഉദാഹരണമായി ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഇന്ത്യ എന്ന മഹാരാജ്യം, എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ജനവിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ നിർബന്ധിതമാകുന്നത്? നമ്മുടെ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഈ രാജ്യത്തെ എല്ലാ ജാതി മത വിഭാഗങ്ങളും രാഷ്ട്രീയ കക്ഷികളും അംഗീകരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നത്തിൽ ഭിന്നത ഉടലെടുത്താൽ അന്തിമ വാക്കായി, അവസാന വാക്കായി സ്ഥിരീകരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഭരണഘടന എന്ത് പറയുന്നു അത് അന്തിമ വാക്കായിക്കൊണ്ട് ഈ രാജ്യം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതുകൊണ്ട്
നമ്മുടെ രാജ്യം ചിഹ്നിച്ചു തരാതെ ഈ ഭരണഘടന അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തെ മുസ്ലിം ജനസഹോദരന്മാർ, ലോകത്തെ മുസ്ലിം ജനസഹോദരന്മാർ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ദീനിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെന്ന് വസ്തുനിഷ്ഠമായി സ്ഥിരീകരിക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ, തുറന്നു പറയുമ്പോൾ നമുക്കിടയിൽ പിന്നെ എങ്ങനെ തർക്കങ്ങൾ ഉളവാകുന്നു, എങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉടലെടുക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ എന്തുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് എന്ന ചോദ്യത്തിൻ്റെ മറുപടി വളരെ വേഗം നമുക്ക് പ്രകടമാകും. വിനയപൂർവ്വം ഒരു സത്യം തുറന്നു പറയട്ടെ സഹോദരന്മാരെ, ഇസ്ലാമിലെ ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും വിശദമായി വിശകലനം ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ 2 പ്രമാണങ്ങളുണ്ടല്ലോ, 2 രേഖകളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ പച്ചയായി ചർവണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, അവർ ഈ പറയുന്ന പ്രമാണങ്ങളുണ്ടല്ലോ, ഈ 2 പ്രമാണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സകലമായ കാര്യങ്ങളും ഇത്ര ഡീറ്റെയിലായി വസ്തുതാപരമായി വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഒരാൾക്ക് കാണാൻ കഴിയില്ല. കാണാൻ കഴിയില്ല എന്നത് പച്ചയായ ഒരു പരമാർത്ഥമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം, അനുഷ്ഠാന കർമ്മം നമസ്കാരമാണ്. അമലുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല അമൽ അസ്വലാത്തുൽ വഖ്തിഹ, അത് കൃത്യത്തിന് 5 നേരം നിസ്കരിക്കലാണ്. നിസ്കാരമാണ് ഒന്നാമത്തെ വിഷയം. ഈ 5 നേരത്തെ ലോക മുസ്ലിമീങ്ങൾ ഏകകണ്ഠമായി അംഗീകരിച്ച് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ 5 നേരത്തെ നമസ്കാരം, ഞാൻ ചോദിക്കട്ടെ, ഈ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും അത് ഡീറ്റെയിലായി നിസ്കാരത്തിൻ്റെ ഫർദുകൾ ഇന്നത്, ഷർത്തുകൾ ഇന്നത്, അബ്ആദ് സുന്നത്ത്, ഹൈആത്ത് സുന്നത്ത്, മുബ്തിലാത്ത്, ഈ തരത്തിൽ വേർതിരിച്ച് വകതിരിച്ച് വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയില്ല. ഇത് സാധാരണക്കാരായ ആളുകൾ വിചാരിക്കും ഖുർആനും സുന്നത്തും ദീനിൻ്റെ പ്രമാണങ്ങളാണെന്ന് പറഞ്ഞാൽ ഈ ഖുർആനിലും സുന്നത്തിലൊക്കെ ഇതിങ്ങനെ നമ്പറിട്ട് 1 by 1 ആയി നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർദും അബ്ആദ് സുന്നത്തും ഹൈആത്ത് സുന്നത്തും ഇങ്ങനെ വിശദീകരിച്ചിരിക്കുകയാണ്. കാണാൻ കഴിയില്ല സഹോദരന്മാർ. ഒരൊറ്റ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങൾ ഓരോന്ന് പരിശോധിച്ചാൽ നമസ്കാരം 5 വഖ്താണെന്ന് പോലും പച്ചയായി നേർക്ക് നേരെ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ 5 വഖ്ത് നിസ്കാരം ഇല്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. വിശുദ്ധ നബി വചനങ്ങൾ സ്വഹീഹുൽ ബുഖാരി, മുസ്ലിം, തിർമിദി, അബൂദാവൂദ്, ഇബ്നു മാജ, ഈ നിലവിലുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ മുഴുവൻ അരിച്ച് പൊറുക്കി പരിശോധിച്ചാലും നിസ്കാരത്തിൻ്റെ വിശദമായ മസ്അലകൾ നമുക്ക് നേർക്കുനേരെ കാണാൻ കഴിയില്ല. ഹദീസ് നോക്കി അല്ലാഹുവിൻ്റെ റസൂൽ തക്ബീർ കെട്ടി, ഫാത്തിഹ ഓതി, വജ്ജഹത്ത് ഓതി, സൂറത്ത് ഓതി, സുബ്ഹാന റബ്ബിയൽ അലീം റുക്കൂൽ പറഞ്ഞു, ചലിൽ വബിഹംദിഹി എന്നുള്ള ചിലത് ഉണ്ടാവില്ല. ഇത് ഫർളാണ്, ഇത് ഷർത്താണ്, ഇത് സുന്നത്താണ്, ഇത് അബ്ആദാണ്, ഇത് ഹൈആത്താണ്, ഇത് മറന്നാൽ സഹ്വിന് സുജൂദ് ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട, ഇത്ര ഡീറ്റെയിലായി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയില്ല. ഇതൊരു വസ്തുതാപരമായ പരമാർത്ഥമാണ്. ദീനിൻ്റെ പ്രമാണങ്ങൾ 2 ഖുർആനും സുന്നത്തും. പക്ഷേ ദീനിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ വിശദമായി പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആനിലോ നബി വചനങ്ങളിലോ നേർക്ക് നേരെ പച്ചയായി ഒരു പുസ്തകത്തിൽ കാണുന്നത് പോലെ 1 by 1 ആയി ഓർഡറിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്തേ കാണാതിരുന്നത്? ഖുർആനും സുന്നത്തും അപൂർണ്ണ. ഖുർആനും സുന്നത്തും അപൂർണ്ണമാണെന്ന് പറയാൻ കഴിയുമോ? പറയാൻ പറ്റില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സമ്പൂർണ്ണമാണ്. ഇസ്ലാമിൻ്റെ മുഴുവൻ വിധിവിലക്കുകളും വിശദമായി ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പ്രവാചകരെ, ഖുർആൻ നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നു. തിബിയാനൻ ലികുല്ലി ഷൈ, ലോകത്തുള്ള ഇസ്ലാമിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ മാത്രമല്ല, വിശ്വാസകാര്യങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള സകലമായ കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അത് ഖുർആനിലുണ്ട്. പക്ഷെ നമുക്ക് നോക്കിയാൽ നേർക്ക് നേരെ കാണാൻ കഴിയില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിൻ്റെ വചനമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്, നമ്മുടെ വാചകങ്ങളല്ല. ആ കലാമിൻ്റെ സവിശേഷത മറ്റൊന്ന് റസൂലുള്ളാഹിൻ്റെ വചനമാണ്. ഇത് 2ൻ്റെയും പ്രത്യേകത, ഇത് 2 മൂജസ് എന്ന് പറയും അറബിയിൽ. ചെറിയ ചെറിയ വാചകങ്ങൾ, ആശയം നിറഞ്ഞു നിൽക്കുന്ന ചെറിയ ചെറിയ വാക്കുകൾ, ചെറിയ ചെറിയ വാചകങ്ങൾ.